ഈ മാധ്യമ വാർത്തകളാണ് ചിലത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞാനിത് അറിഞ്ഞിരുന്നില്ല. അവസാനമാണ് ഇങ്ങനെ സംഭവമുണ്ട്, നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത്. മുൻ MLA ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞതിൽ അതിനെക്കുറിച്ചിട്ട് എന്താ പറയേണ്ടത്? ഈ പറയുന്നവരുടെ ശീലങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പയ്യന്നൂരിൽ സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹ്യ ജീവിതം ഉണ്ടാവണം എന്നുള്ള നിലയിൽ നാട്ടിൽ ഇടപെടുകയും ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാനെന്നത് കോൺഗ്രസ്സുകാർക്കറിയാം, ലീഗുകാർക്കറിയാം, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും അറിയാം, നാടിനും അറിയാം. പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഷെഡ് എവിടെയുണ്ട്, അവിടെ മറ്റൊരു ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നൊരു കാര്യമല്ല. കത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തേണ്ടത് പോലീസാണ്, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ എന്തൊരു വിരോധാഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് അനുവർത്തിക്കുന്നത് പോലെയുള്ളൊരു വർത്തമാനമല്ലേ. TI മധുസൂദനായിരിക്കും ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ എന്തും TI മധുസൂദനെ കുറിച്ച് പറയാൻ പറ്റുമെന്നുള്ളൊരു നിലയിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നത്? ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളൊരു സംഭവം നടന്ന വിവരം അറിഞ്ഞ ഉടൻ ഇന്നയാളാണ് പ്രതി, പക്ഷെ പ്രതിയെ മുൻകൂട്ടി തീരുമാനിച്ച് സംഭവം രൂപപ്പെടുത്തുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്. മാധ്യമങ്ങൾ ഇതല്ലേ അന്വേഷിക്കേണ്ടത്. എല്ലാ ദിവസവും അവിടെ ആൾ കിടക്കാറുണ്ട്. ഈ സംഭവം നടന്ന ദിവസം രാത്രി ആൾ കിടന്നിട്ടില്ല, കത്തുന്നു. സംശയങ്ങൾ എങ്ങനെയൊക്കെ പോകാം. ഞാൻ ആ സംശയങ്ങളൊന്നും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. പോലീസ് കണ്ടെത്തട്ടെ, നാട്ടുകാർ സ്വാഭാവികമായിട്ട് അന്വേഷിക്കല്ലോ അന്ന് എങ്ങനെയൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന്. പിന്നെ ഓരോരാളുടെയും രാഷ്ട്രീയമായിട്ടുള്ള മുൻകാല ചെയ്തികളൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെക്കൊണ്ട് ഒരാളും അവരുടെ ജീവിത ഉപാധികൾ നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുള്ളൊരനുഭവം പയ്യന്നൂരിലില്ല. എന്നാൽ അത്തരം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളവർ ഈ പറയുന്നവർ ഒക്കെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊന്നും വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ ഈ ഒരു അന്തരീക്ഷത്തെ മറ്റു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പോലീസ് അന്വേഷിക്കണം, കുറ്റവാളികളെ കണ്ടുപിടിക്കണം. ഇത്തരം പണി എടുക്കുന്നവരല്ല ഞങ്ങളാരും. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ആരുടെയെങ്കിലും സ്വത്തുവകകൾ നശിപ്പിച്ചിട്ടൊന്നും അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് ധരിക്കുന്നവരല്ല ഞങ്ങൾ. ചിന്ന ചിന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നടക്കും. ആ സംഭവങ്ങൾ അതാത് ഘട്ടങ്ങളിൽ പരിശോധിച്ച് പരിഗണിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കുന്നതിനുള്ള കാര്യങ്ങളിലൊന്നും ഞങ്ങളാരും മുൻകൈ എടുക്കില്ല. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസായിരിക്കുമല്ലോ കേരളത്തിലുള്ളത്. ആ പോലീസ് അന്വേഷിച്ചാൽ എന്തായാലും കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് പ്രതികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു നിലപാട് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമാണ്. ഇതൊന്നും ഒരു പൊതുപ്രവർത്തകനോ ഒരു സാമൂഹ്യ ജീവിക്കോ ചേരുന്നൊരു കാര്യമല്ല എന്നുള്ളത് അടിവരയിട്ടിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊന്നും ആരെയും തറടിച്ച് കാണിച്ചിട്ട് ഇല്ലാതാക്കാനും നോക്കണ്ട. കഴിഞ്ഞ 5 വർഷത്തിലധികമായി സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ മേലെ ചാർത്തി അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എത്രമാത്രം വേട്ടയാടാൻ പറ്റുമോ അതിൻ്റെ അങ്ങേ തലം വരെ വേട്ടയാടി ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമൊക്കെ നേടി അതിൻ്റെയൊക്കെ ആവേശത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഞങ്ങളിതൊന്നും കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ല. 5 വർഷം മുമ്പ് ഞാൻ MLA ആയിരുന്നില്ല, ഇപ്പോഴും ഞാൻ MLA അല്ല. എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല. അതിലൊന്നും ഒരു വേവലാതി ഞങ്ങളാരും ആ ഒരു വേവലാതിയിലൂടെയൊന്നും പോകുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള നിലയിൽ ആരുടെയെങ്കിലും പേര് വലിച്ചിഴക്കുന്നത് ശരിയല്ല. അത് സമൂഹം ആ നിലയിൽ തന്നെ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള പണിയൊന്നും ഞങ്ങളുടെ ഒരു ചരിത്രത്തിലില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം.